ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോയുടെ 11 ഡേയ്സ് ഉള്ള ഗ്രോത്താണ് ഈ കാണിക്കുന്നത്. 11ാമത്തെ ദിവസം ഞാൻ വെച്ചിട്ട് 11ാമത്തെ ദിവസം ഇതിന് ഇത്രയും മാറ്റം വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഗ്രോത്ത് കാണും ഈ ഒരു പ്ലാന്റിന്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് ബൗളാണ് എടുത്തത്. എന്നിട്ട് അതിൽ കുറച്ച് ഷെല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ വെള്ളം എടുത്തു. പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയ സ്വീറ്റ് പൊട്ടാറ്റോ തന്നെയാണ്. അത് അങ്ങനെ ഇരുന്ന് മുളച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ആദ്യം തന്നെ കുറച്ച് മുളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുളകളൊന്നും വരാത്ത പൊട്ടാറ്റോ നമ്മൾ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നതാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് വശത്ത് കൂടെ അതിനെ ഒരു കമ്പ് കയറ്റിയിട്ട് അങ്ങനെ ഒന്ന് ഫിക്സായി ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തി എൻ്റെ താഴ്ഭാഗം വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ. പിറ്റേ ദിവസം തന്നെ അതിന് ചെറിയ വേരുകൾ അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. എന്നൊരു 3 ഡേയ്സ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ വേരുകളെ കണ്ടു തുടങ്ങിയിരുന്നു. 6 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും വേരുകൾ വന്നു. മോൾ ഭാഗത്ത് കുറച്ചുകൂടെ വളർന്നു. അവിടുന്ന് ഒരു 8 ദിവസം കഴിയുമ്പോഴത്തേന് ഒരുപാട് വേരുകളൊക്കെ വന്നു. ചെറുതായി ഇലകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളതിൽ കുറച്ച് ചെറിയ ഫിഷിനൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ 11 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അത് വന്നു. താഴ്ഭാഗമൊക്കെ ഇലയൊക്കെ വന്നപ്പോൾ നല്ലൊരു ലുക്കായിരുന്നു അതിനെ കാണാനായിട്ട് തന്നെ. ചെറുതായിട്ടൊരു സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ വേണം നിങ്ങളിത് വെക്കാനായിട്ട്. താഴ്ഭാഗം കാണാനും വളരെ ഭംഗിയാണ്. ഗ്ലാസ് ബൗളിലിട്ട കാരണം കൊണ്ട് താഴെ നിന്ന് നോക്കുമ്പോഴും നല്ല അതിൻ്റെ റൂട്ട്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ. ഫീഡ്ബാക്കും അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.